വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ഇത് അടിപൊളിയായി ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമോ അതുപോലെ തന്നെ ആനുവൽ എക്സാമോ പിന്നെ ഇതിന്റെ ഇടയിലുള്ള LSSന് വേണ്ടിയുള്ള കനത്ത പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ചില ചോദ്യങ്ങളുമായിട്ടാണ്, അതും നമ്മുടെ LSS ഓറിയന്റഡ് ആയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ മുൻവർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കുറെ ഓപ്ഷൻസ് ഉത്തരങ്ങൾ തരും, അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി എഴുതിയാൽ മതി. ചിലതാണെങ്കിൽ കുറെ സൂചനകൾ തരും, അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തണം. ചിലതാണെങ്കിൽ കുറച്ച് കുറിപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു അക്കാഡമിക്സിന്റെയും LSS എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്ന് മിസ് വന്നിരിക്കുന്ന ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലൊരു ചോദ്യമാണ്. അതായത് കുറച്ച് സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. ആ സൂചനകൾ നോക്കിയിട്ട് നിങ്ങൾ ആരെപ്പറ്റി ആയിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നത് നിങ്ങൾ ഈ ഒരു ബോക്സിൽ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ. ചിറകുകൾ തുഴകളായി ഉപയോഗിക്കുന്നു. വിങ്സ് ആർ യൂസ്ഡ് ആസ് പാഡിൽസ്. താപനഷ്ടം തടയാൻ തൂവലുകളുടെ കട്ടിയായ ആവരണമുണ്ട്. തിക് കവറിംഗ് ഓഫ് ഫെദേഴ്സ് ടു പ്രൂവൻ ഹീറ്റ് ലോസ്. ഏതിനെ പറ്റിയായിരിക്കും അല്ലെങ്കിൽ ആരെ പറ്റിയായിരിക്കും ഈ ഒരു സൂചനകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അഡാപ്റ്റേഷൻസിനെ പറ്റി, അനുകൂലനങ്ങളെ പറ്റിയും. അതിൽ നമ്മൾ പോളാർ റീജിയനിലുള്ള കുറെ ആൾക്കാരെ പറ്റിയും അതുപോലെ തന്നെ ഡിസേർട്ട് റീജിയനിലുള്ള കുറെ ആൾക്കാരെ പറ്റി, അതിപ്പോൾ ആനിമൽസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിക്കൊള്ളട്ടെ, അങ്ങനെ കുറേ ആൾക്കാരുടെ അഡാപ്റ്റേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സൂചനകളൊക്കെ ആരുടെ അഡാപ്റ്റേഷൻ ആണ് ഇവിടെ പറയുന്നത്? അതിന്റെ ഉത്തരവാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ എഴുതേണ്ടതും. ആരെ പറ്റിയായിരിക്കും ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്? യെസ്, നമ്മുടെ പെൻഗ്വിൻ ആണ്. ഓക്കെ, അത് നിങ്ങൾ ഇവിടെ എഴുതണം. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ നോക്കിക്കുകയും, നീളമുള്ള കാലുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. ലോങ് ലെഗ് പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ദി ഡിസേർട്ട് ഹീറ്റ്. വിസ്തൃതമായ കുളമ്പുകൾ മണ്ണിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നു. വൈഡ് ഹൂസ് ഫെസിലിറ്റേറ്റ് ദ മൂവ്മെന്റ് ത്രൂ ദ സോയിൽ. അത് ആരെ പറ്റിയായിരിക്കും പറയുന്നത്? ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഹിന്റ് കിട്ടൂലേ, മരുഭൂമിയിലുള്ള ആരോവാണ്. ആരായിരിക്കും? യെസ്, നമ്മുടെ ക്യാമൽ അല്ലെങ്കിൽ ഒട്ടകം. ഇനി മറ്റൊരു രീതിയിലുള്ള ചോദ്യം എന്താന്ന് വെച്ചാൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം? വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ഇഫ് ഫ്ലഡ് വാർണിംഗ് ഈസ് റിസീവ്ഡ്? നിങ്ങൾക്ക് ഇതുപോലെ കുറെ ബോക്സ് ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനും ഇതുപോലെ തന്നെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനും ഒക്കെയുള്ള സഹായിക്കുന്ന രീതിയിൽ കുറച്ച് ബോക്സ് ഉണ്ടാവും. ആ ബോക്സിനുള്ളിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? ഇപ്പൊ നിങ്ങൾക്കറിയാം നല്ല മഴക്കാലമാണല്ലേ, അപ്പൊ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? യെസ്, പുഴയോരത്ത് താമസിക്കുന്നവരാണെങ്കിൽ എത്രയും വേഗം തന്നെ ഉയർന്ന പ്രദേശത്തേക്ക് പോകണം. പീപ്പിൾസ് റിസൈഡിങ് അലോങ് ദ റിവർ ബാങ്ക് ഷുഡ് മൂവ് ടു ഹയർ ഗ്രൗണ്ട് ആസ് ഫാസ്റ്റ് ആസ് ദേ ക്യാൻ. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്. വീടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അതായത് ഡിസ്കണക്ട് ദി ഇലക്ട്രിസിറ്റി ഇഫ് വാട്ടർ എൻറ്റർ യുവർ ഹോം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. നമ്മുടെ 4ാം ക്ലാസ്സിലെ EVS എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ അടിപൊളിയായിട്ട് അറിഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് അടിപൊളിയാക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ സ്വന്തം പ്രാണാബാച്ച് ഉള്ളത്. അപ്പൊ പ്രാണാബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ സ്കൂളിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ഉറപ്പിക്കുക. അതുപോലെ തന്നെ LSS എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, LSS നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജ്വാലാ ബാച്ച് ഉള്ളത്. ജ്വാലാ ബാച്ചിന്റെ അഡ്മിഷൻ ഇത് ഒട്ടനെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യത്തിന് ഉത്തരം കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. മാച്ച് ദി ഫോളോയിങ് ബൈ ഡ്രോയിങ് ലൈൻസ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, യോജിച്ചത് ചേർത്ത് വരയ്ക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരായിരിക്കും? ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവ്? യെസ്, നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. അപ്പൊ കുഞ്ചൻ നമ്പ്യാരെ നേരെ ചേർത്ത് വരയ്ക്കുക. ഇനി മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖൻ ആരായിരിക്കും? യെസ്, നമ്മുടെ മോയിൻകുട്ടി വൈദ്യർ. ഇനി അടുത്തത് ലോക പ്രശസ്ത ചിത്രകാരൻ ആരാണ്? നമ്മുടെ രാജാ രവിവർമ്മ. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് സംഗീതജ്ഞനായ ഭരണാധികാരി ആരായിരിക്കും? നമ്മുടെ സ്വന്തം സ്വാതി തിരുനാൾ. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് എഴുതുക കേട്ടോ. ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ ആലോചിക്കുക, മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ മോയിൻകുട്ടി വൈദ്യർ ആലോചിക്കണം. പിന്നെ നമ്മുടെ പെയിന്റർ ആരാണ്? രാജാ രവിവർമ്മ. പിന്നെ മ്യൂസീഷ്യൻ നമുക്കെല്ലാവർക്കും അറിയാം അല്ലെ, സംഗീതജ്ഞനായ ഭരണാധികാരി എന്നൊക്കെ പറയുന്ന ആരാണ്? സ്വാതി തിരുനാൾ. ഇതും മക്കൾ ഓർത്തിരിക്കാം. അപ്പം നിങ്ങൾ നമ്മുടെ പ്രാണാബാച്ചിന്റെ കാര്യം മറന്നു പോരുത്. ജ്വാലാ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇതാ വരികയാണ്. അത് ഫ്രീ ബാച്ചാണ്. അതിലും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. LSS വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ജോയിൻ ചെയ്യുക. ഇനി പ്രാണാബാച്ചിൽ ജോയിൻ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വിളിച്ചു നോക്കിയാൽ മതി. താഴെ സ്ക്രോൾ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരെയും നമ്മുടെ സ്ഥലത്ത്
തന്നെ ഫാമിലിയിലേക്ക് മിസ് ഇതാ ഇൻവൈറ്റ് ചെയ്യുന്നു. അടിപൊളിയാക്കാം, നമുക്ക് ഈ ഒരു അക്കാഡമിക്സ് സെറ്റ് ആക്കാം, പവർ ആക്കാം അല്ലെ. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ QR കോഡ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ എനിവേ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.